നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയത്തിന് ചിരപരിചിതമായ പേരാണ് ഇന്ദ്രപ്രസ്ഥം. തിരുനക്കര ക്ഷേത്രത്തിനും ചെറിയ തൃക്കോവിൽ ക്ഷേത്രത്തിനും സമീപമാണ് ഈ ഓഡിറ്റോറിയം സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം നഗരസഭാ ചെയർമാനായിരുന്ന ടി.കെ. ഗോപാലകൃഷ്ണ പണിക്കരാണ് ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം നിർമ്മിച്ചത്. ഗോപാലകൃഷ്ണ പണിക്കരിൽ നിന്നാണ് വ്യവസായ പ്രമുഖനായ വിജയകുമാറിന്റെ അച്ഛൻ തെക്കുംഗോപുരം ശാസ്താഭവനിൽ കാർത്തികേയൻ നായർ വാങ്ങിയത്. അച്ഛന്റെ മരണശേഷമാണ് വിജയകുമാർ ഈ ചുമതല ഏറ്റെടുത്തത്. 1 വർഷം മുമ്പ് ഓഡിറ്റോറിയം വിജയകുമാർ നവീകരിക്കുകയും ചെയ്തിരുന്നു. 1.5 വർഷത്തോളം വിജയകുമാറിന്റെ വിശ്വസ്തനായ ജോലിക്കാരനായിരുന്നു ഈ പ്രതി അമിത്. ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിലെ പണമിടപാടുകളടക്കം വിജയകുമാർ ഇയാളെ ഏൽപ്പിച്ചിരുന്നു. വിജയകുമാറിന് കോടികളുടെ ആസ്തിയാണ് സംസ്ഥാനത്തിന് അകത്തും പുറത്തുമായി ഉണ്ടായിരുന്നത്. ഇതിന്റെ അവകാശികളാകട്ടെ 2 മക്കളും. ബംഗളൂരിൽ തന്നെ ശതകോടികളുടെ വസ്തുക്കൾ വിജയകുമാറിനുണ്ടായിരുന്നു. തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഒരു ബിസിനസ് നടത്തിവരികയായിരുന്നു മകൻ ഗൗതം. ഇതിനിടയിൽ പലപ്പോഴായി ചിലർ വിജയകുമാറിനെ മറ്റു പല കാര്യങ്ങൾക്കായി ഇടനിലക്കാരനാക്കാൻ ശ്രമിച്ചു. ഇതിന് വഴങ്ങാതെ വന്നതോടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് 2 മക്കളിൽ ഒരാളായ ഗൗതമിനെ ശത്രുക്കൾ തീർത്തു കളഞ്ഞു. മൃഗീയമായി കൊല്ലപ്പെട്ട ഗൗതം ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു ലോക്കൽ പോലീസിന്റെ കണ്ടെത്തൽ. മകൻ മരിച്ചതോടെ അമ്മയായ ഡോക്ടർ മീര മാനസിക നിലതെറ്റിയ അവസ്ഥയിലായിരുന്നു. പുറത്തേക്കെങ്ങും ഇറങ്ങാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടി. അമ്മയോടായിരുന്നു ഏറ്റവും അവസാനമായി ഗൗതം സംസാരിച്ചതും. മകന്റെ അപ്രതീക്ഷിത വേർപാട് അവരെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. 6 മാസങ്ങൾക്ക് മുൻപായിരുന്നു വിദേശിയുമായുള്ള മകളുടെ വിവാഹം നടന്നത്. ഇന്ദ്രപ്രസ്ഥയിൽ തന്നെയായിരുന്നു വിവാഹ ചടങ്ങുകളൊക്കെ നടന്നത്. പക്ഷേ ആ വിവാഹത്തിന് പോലും മീരയ്ക്ക് പങ്കെടുക്കാനായില്ല എന്നാണ് വിജയകുമാറിന്റെ അടുത്ത സുഹൃത്തുക്കൾ പങ്കുവെക്കുന്നത്. അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു കൊല്ലപ്പെടുമ്പോഴും മീര ഉണ്ടായിരുന്നത്. വിജയ എന്നുള്ള നിലവിളി ശബ്ദം കേട്ടുകൊണ്ടാണ് മീര മുറിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. വിജയകുമാറിന്റെ നെഞ്ചിൽ കയറിയിരുന്ന കൊലവിളി മുഴക്കുമ്പോൾ അമിത്തിനെ കണ്ട മീരയ്ക്ക് അതാരാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. ആരാ എന്ന് മീര ചോദിക്കുന്നു. പക്ഷെ മീരയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ പ്രതി ചിന്തിക്കുന്നത് തന്നെ ഇവർ മനസ്സിലാക്കി ഈ വിവരം പുറത്തറിയിക്കും എന്നായിരുന്നു. പിന്നാലെ ദാരുണമായി ആക്രമിക്കപ്പെടുന്നു. മുഖം വെട്ടി വികൃതമാക്കി. എന്നിട്ടും തീർന്നില്ല. പിറ്റേന്ന് നാട്ടുകാർ കൊലപാതക വിവരം അറിയുമെന്നും ആളുകൾ വിജയനെ മോശമായ രീതിയിൽ കാണട്ടെ എന്നും കരുതി ഇരുവരെയും വിവസ്ത്രരാക്കി. വിജയകുമാറിനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ രീതി പോലീസിനോട് വിവരിക്കുമ്പോൾ പോലും പ്രതി അമിത് പല്ല് കടിച്ച് വൈരാഗ്യം കൊണ്ട് ചുവന്ന മുഖവുമായി വിജയൻ എന്ന് പലതവണ അലറി വിളിച്ചുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്. പ്രതിക്ക് കൊല്ലപ്പെട്ട വിജയകുമാറിനോട് ഉണ്ടായിരുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പക തന്നെയാണെന്ന് ഇയാളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലാക്കിയതും പെൺസുഹൃത്ത് ഉപേക്ഷിച്ചു പോയതും പെൺസുഹൃത്തിന്റെ ഗർഭം അലസിപ്പോയതുമാണ് പ്രതിക്ക് വിജയകുമാറിനോട് തീരാത്ത പകയുണ്ടാക്കാൻ കാരണമെന്നാണ് പോലീസ് പറയുന്നത്. അമിത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല പോലീസ്. ഇത്രയേറെ സുരക്ഷയുള്ള ഈ വീട്ടിൽ അനായാസം കയറി കൊലപാതകങ്ങൾ നടത്തി രക്ഷപ്പെടാമെന്ന് പോലീസ് വിശ്വസിക്കുന്നില്ല. വിജയകുമാറിന്റെ ഭാര്യ മീരയെ കൊലപ്പെടുത്താൻ താൻ പദ്ധതി ഇട്ടിരുന്നില്ല എന്നതടക്കമുള്ള അമിതിന്റെ ചില മൊഴികളും പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല. മകന്റെ കൊലപാതകം വിജയകുമാറിനുള്ള ആദ്യ വാണിംഗ് ആയിരുന്നു. മകൻ നഷ്ടപ്പെട്ടിട്ടും വിജയകുമാർ അവർ പറഞ്ഞ കാര്യത്തിന് വഴങ്ങിയില്ല. മകനെ കൊലപ്പെടുത്തിയതാണെന്നും CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തപ്പോൾ വിജയകുമാർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഹൈക്കോടതി ഇത് നരഹത്യയാണെന്ന് സംശയിക്കുകയും CBI അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. ഇപ്പോൾ നടന്ന ഇരട്ട കൊലപാതകങ്ങൾ ഗൗതമിന്റെ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. മകനെ കാണാതായതോടെ ഇതിൽ ഭയപ്പെട്ട് ഒരു മാൻ മിസ്സിംഗ് കേസ് വിജയകുമാർ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്തിരുന്നു. പക്ഷേ അടുത്ത ദിവസമാണ് ഗൗതമിന്റെ മൃതദേഹം കണ്ടെടുത്തത്. പ്രഥമ ദൃഷ്ടിയാൽ തന്നെ അതൊരു കൊലപാതകമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കേസായിരുന്നു. റെയിൽവേ പാളത്തിനടുത്തായാണ് മൃതദേഹം കണ്ടത്. എന്നാൽ ട്രെയിൻ തട്ടിയിരുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് 2 തിരശ്ശീല മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നാണ്. കഴുത്തുമുതൽ നെഞ്ചുവരെ ആഴത്തിലുള്ള മാരക മുറിവാണത്രേ. ഏതൊക്കെ അവയവങ്ങൾ മുറിഞ്ഞുപോയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. കോട്ടയം വെസ്റ്റ് പോലീസ് തന്നെ തയ്യാറാക്കിയ മഹസ്വർ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് മൃതദേഹം കണ്ടെത്തിയതിന്റെ 240 മീറ്റർ അകലെയായി ഗൗതമിന്റെ കാർ കിടപ്പുണ്ടായിരുന്നുവെന്നാണ്. ആ കാറിന്റെ മുൻസീറ്റിലും പിൻസീറ്റിലും രക്തം തളം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു. കാറിന്റെ പിൻസീറ്റിൽ ഒരു ബോക്സ് കട്ടർ ഈ തളം കെട്ടിയ രക്തത്തോട് ചേർന്ന് കിടപ്പുണ്ടായിരുന്നു. കഴുത്തുമുതൽ നെഞ്ചുവരെ ഞരമ്പുകളും ആന്തരിക അവയവങ്ങളും അടക്കം മുറിഞ്ഞു പോകുന്നതായി ഉണ്ടാക്കിയ 2 മുറിവുകളാണ് മരണകാരണമെന്ന് വ്യക്തമായി പറയുന്നു. കാറിന് പിന്നിലേക്ക് പിടിച്ചുവെച്ച് മുറിച്ച നൈഫ് കൊണ്ട് മർമ്മസ്ഥാനം നോക്കി അറുത്ത് കൊലപ്പെടുത്തി.
മരണം ഉറപ്പാക്കിയ ശേഷമാണ് മൃതദേഹം ട്രാക്കിനടുത്തേക്ക് കൊണ്ടിട്ടതെന്ന് വ്യക്തമാണ്. ഒരാൾക്ക് തനിയെ ഇതുപോലെ ഒരു ആഴത്തിൽ മുറിവ് സ്വന്തമായി ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇനി ആത്മഹത്യ ചെയ്യാനാണ് എന്ന് കരുതിയാൽ പോലും ട്രാക്കിലേക്ക് ഇറങ്ങി ഓടുകയാണെങ്കിൽ അത്രത്തോളം രക്തം അവിടെയും ഒഴുകണം. അപ്രകാരം രക്തം കണ്ടതായി മഹസറിൽ പറയുന്നില്ല. ആത്മഹത്യാ ശ്രമമാണെങ്കിൽ പോലും ഞരമ്പ് മുറിച്ച് ആ കാറിൽ തന്നെ ഗൗതമിന് ഇരുന്നാൽ മതി. ഇതുകൊണ്ടൊക്കെയാണ് ഇതൊരു നരഹത്യാ ശ്രമമാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷിച്ചത്. പോലീസിനെ കണ്ടതാൽ ഗൗതം മൂർച്ചയുള്ള വസ്തു കൊണ്ട് കഴുത്തിൽ ആഴത്തിൽ സ്വയം മുറിവുണ്ടാക്കി ആത്മഹത്യ ചെയ്തു എന്നാണ്. വളരെ ലാഘവത്തോടെയാണ് ഈ കേസ് കൈകാര്യം ചെയ്തതുപോലും. ഇതൊക്കെ എഫ്ഐആറിൽ തന്നെ വ്യക്തമാണ്. ഇതിനുശേഷം എല്ലാ തരത്തിലും വിജയകുമാർ തകർന്നു. ഭാര്യ മാനസികമായി തകർന്ന നിലയിലായിരുന്നു. എങ്ങനെയും തന്റെ മകന്റെ ഘാതകരെ മുന്നിൽ കൊണ്ടുവരണമെന്നൊരു ലക്ഷ്യമായിരുന്നു ഈ വിജയകുമാറിനുണ്ടായിരുന്നത്. തന്റെ ഫോണിലൊക്കെ അതിനെപ്പറ്റിയ നിർണായകമായ പല തെളിവുകളും ഉണ്ടായിരുന്നതായും കരുതപ്പെടുന്നുണ്ട്. അമിതിനെ ജാമ്യത്തിൽ ഇറക്കിയതിനു പിന്നിൽ ഒരു സംഘമുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അത് ഈ ബാംഗ്ലൂർ ടീമിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വീട്ടിൽ പോലീസ് പരിശോധന നടത്തുന്നതിനിടെ സ്ഥലത്തെത്തിയവരിൽ സംശയിക്കേണ്ട ആളുകളുണ്ടോ എന്നും പോലീസ് നിരീക്ഷിച്ചിരുന്നു. അക്രമിക്ക് മറ്റുള്ളവരുടെ സഹായം ലഭിച്ചുവെന്ന സംശയത്തിലായിരുന്നു ഈ നിരീക്ഷണം. അമിത് മാത്രമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് പറയുമ്പോഴും അദൃശ്യകരങ്ങൾ പിന്നിൽ ഉണ്ട് എന്നത് വ്യക്തമാണ്. അമിതിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സൗകര്യമുണ്ടാക്കിയത് ജയിലിൽ കൂടെ ഉണ്ടായിരുന്ന കല്ലറ സ്വദേശി ഫൈസൽ ഷാജിയാണ്. ജാമ്യത്തിന് ആളെ നൽകിയത് ഫൈസൽ ഷാജി തന്നെ. ഇവർക്കായുള്ള പണം അമിതിന്റെ അമ്മ നാട്ടിൽ നിന്ന് അയച്ചു കൊടുക്കുകയായിരുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം പ്രതി കുമളിയിലെ തട്ടുകടയിലാണ് ജോലി ചെയ്തിരുന്നത്. ഇവിടെ വച്ചാണ് വിജയകുമാറിനോട് കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് സംസാരിച്ചത്. നിഷേധിച്ചതോടെ കൊലപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചു. ഹോട്ടലിൽ നിന്ന് 8 മണിയോടെ ഇറങ്ങി 12 മണിവരെ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് ഇരുന്നു. തുടർന്ന് ഓട്ടോ പിടിച്ചെത്തി കൊലപാതകം നടപ്പിലാക്കുകയായിരുന്നു. കോട്ടയത്തെ ഓട്ടോ ഡ്രൈവറാണ് കേസിലെ നിർണായക സാക്ഷി. കൊലപാതകം നടത്താനായി പ്രതി അസം സ്വദേശി അമിത് ഉറങ് തിരുവാതിക്കലിലെത്തിയത് ജയേഷിന്റെ ഓട്ടോയിലായിരുന്നു. പിന്നീട് കൊലപാതക വാർത്തയും പ്രതിയുടെ ചിത്രവും പുറത്തു വന്നതോടെയാണ് സംഭവ ദിവസം രാത്രി തന്റെ ഓട്ടോയിൽ കയറിയ ആളാണ് പ്രതിയെന്ന് ജയേഷ് തിരിച്ചറിഞ്ഞത്. ഇതോടെ ഇദ്ദേഹം പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. രാത്രി 12 മണിയോടെയാണ് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് പ്രതി ഓട്ടോയിൽ കയറിയതെന്ന് ജയേഷ് പറയുന്നു. തിരുവാതിക്കലിൽ പോകണമെന്നും എത്ര പൈസയാകുമെന്നും ഇയാൾ ചോദിക്കുന്നു. മലയാളത്തിൽ തന്നെയായിരുന്നു ഇയാൾ സംസാരിച്ചത്. പിന്നീട് വിലപേശാനൊന്നും നിന്നില്ല. യാത്രക്കിടെ ഇയാളൊന്നും സംസാരിച്ചുമിരുന്നില്ല. തുടർന്ന് തിരുവാതിക്കൽ കവലയിൽ അയാളെ ഇറക്കിയെന്നും ജയേഷ് പറയുന്നുണ്ട്. ഓട്ടോയിൽ കയറുമ്പോൾ ഈ പ്രതിയുടെ കൈവശം തന്നെ ഒന്നും കണ്ടിരുന്നില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഇയാളുടെ വേഷം ശ്രദ്ധിച്ചു. ഒരു നിക്കറും ബനിയനുമാണ് ഇയാൾ ധരിച്ചിരുന്നത്. പിന്നീട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇയാളുടെ ഫോട്ടോ കണ്ടപ്പോഴാണ് ശ്രദ്ധിച്ചത്. തുടർന്ന് കൂട്ടുകാരെയും പോലീസിനെയും അറിയിക്കുകയായിരുന്നുവെന്ന് ജയേഷ് പറയുന്നു. 2024 ഫെബ്രുവരിയിലാണ് അമിതും ഭാര്യയും കോട്ടയത്തെത്തിയത്. ഇവർ താമസിച്ചത് വിജയകുമാറിന്റെ കോട്ടയത്തെ ലോഡ്ജിലായിരുന്നു. കട്ടപ്പനയിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു കോട്ടയത്തെത്തിയത്. ബംഗളൂരുവിലേക്ക് ടിക്കറ്റ് കിട്ടാതെ വന്നതോടെയാണ് ഇവർ ലോഡ്ജിൽ മുറിയെടുത്തത്. ഇവരുടെ അവസ്ഥ അറിഞ്ഞ വിജയകുമാർ ജോലി നൽകാമെന്ന് അങ്ങോട്ട് പറയുകയായിരുന്നു. ഇവർ ആരെന്നത് സംബന്ധിച്ച് ഒരു പരിശോധനയും വിജയകുമാർ നടത്തിയിരുന്നില്ല. ദമ്പതിമാരുടെ സംസ്കാരം നാളെയാണ് നടക്കുക. വൈകിട്ട് 3 മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തും. ഇതിനു മുൻപ് കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിനും വയ്ക്കും. സംഭവ സമയത്ത് അമേരിക്കയിലായിരുന്ന മകൾ ഗായത്രി വെള്ളിയാഴ്ചയാണ് വീട്ടിലേക്ക് എത്തിയത്. തുടർന്നാണ് സംസ്കാര സമയം തീരുമാനിച്ചതും.